യുഎയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കും. ആവശ്യമെങ്കിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഹൈബ്രിഡ് പഠനരീതി അവലംബിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനായി കർശന മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഇറാന്റെ ആക്രമണങ്ങൾ അവസാനിച്ചതിന് പിന്നാലെയാണ് യുഎയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കുന്നത്. രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏപ്രിൽ 20 തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള അധ്യയനം പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നഴ്സറികൾ, കിൻഡർഗാർട്ടനുകൾ, പൊതു സ്വകാര്യ സ്കൂളുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഉത്തരവ് ബാധകമാകും. വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, ടീച്ചിംഗ് സ്റ്റാഫുകളും തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിൽ നേരിട്ട് പ്രവേശിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങും. സ്കൂൾ ബസ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അനുബന്ധ സേവനങ്ങളും തിങ്കളാഴ്ചയോടെ പൂർണ്ണമായി സജ്ജമാകും. എന്നാൽ സ്വകാര്യ സ്കൂളുകൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ ഹൈബ്രിഡ് റൊട്ടേഷൻ മോഡൽ നടപ്പാക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. പ്രാദേശിക വിദ്യാഭ്യാസ അതോറിറ്റികളുടെ മേൽനോട്ടത്തിലും അംഗീകൃത മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചും ഓരോ സ്ഥാപനത്തിന്റെയും തയ്യാറെടുപ്പ് നില പരിഗണിച്ചായിരിക്കും ഇത് നടപ്പാക്കുക. അതേസമയം ദുബായിലെ ഷാർജ നഴ്സറികൾ നാളെ മുതൽ ഘട്ടഘട്ടമായി പ്രവർത്തനം ആരംഭിക്കും. ഇറാന്റെ ആക്രമണങ്ങൾക്ക് പിന്നാലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി മാർച്ച് 2 മുതലാണ് യുഎയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ പഠനം ഏർപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോഴുള്ള അറിയിപ്പുകൾക്കുമായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ജനം, ദുബായ്.